പ്രളയബാധിതരെ സഹായിക്കാൻ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. വീട്ടുപകരണങ്ങൾ നഷ്ടമായവർക്ക് 1 ലക്ഷം രൂപയുടെ ബാങ്ക് വായ്പ പലിശ സർക്കാർ നൽകും. സംസ്ഥാനത്തുടനീളം മന്ത്രിമാർ നേരിട്ട് വിഭവ സമാഹരണ യജ്ഞത്തിൽ പങ്കാളികളാകും. ധനസമാഹരണ യജ്ഞത്തിനായി ഉദ്യോഗസ്ഥരും മന്ത്രിമാരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. തകർന്ന കേരളത്തെ പുനർനിർമ്മിക്കാൻ അന്താരാഷ്ട്ര പ്രശസ്ത കൺസൾട്ടൻസി ഗ്രൂപ്പായ KPMG സൗജന്യ സേവനം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തകർന്നുപോയ കേരളത്തെ പുനർനിർമ്മിക്കാൻ മന്ത്രിമാർ വിഭവ സമാഹരണവുമായി നേരിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. മന്ത്രിമാർ നേരിട്ടിറങ്ങുന്നതോടുകൂടി മനുഷ്യസ്നേഹികളായ മലയാളികൾ കൈയയച്ച് സഹായം നൽകുമെന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ ജില്ലകളിൽ മന്ത്രിമാർ എല്ലാ ജില്ലകളിലും പ്രാദേശിക കേന്ദ്രങ്ങൾ ഇതിൻ്റെ ഭാഗമായി നിശ്ചയിക്കും. അങ്ങനെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് സമാഹരിക്കാനും അത് മന്ത്രി തന്നെ നേരിട്ട് ഏറ്റുവാങ്ങുന്നതിനും നടപടികൾ സ്വീകരിക്കും. ആദ്യം കേരളത്തിലെ വിവിധ ജില്ലകളിലും തുടർന്ന് കേരളത്തിന് പുറത്തും തുടർന്ന് രാജ്യാന്തര തലത്തിലും വിഭവ സമാഹരണം നടത്താനാണ് സർക്കാരിൻ്റെ തീരുമാനം. പുനർനിർമ്മാണത്തിനായി സ്വയം സന്നദ്ധരായി മുൻപോട്ട് വന്ന വലിയൊരു വിഭാഗമാണ് വിദ്യാർത്ഥികൾ. ഇവർക്ക് വേണ്ടി വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിഭവ സമാഹരണം നടത്തും. ഏതെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവിടങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സെപ്റ്റംബർ 11 ധനസമാഹരണം നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ബാധിതരെ സംരക്ഷിക്കാനായി നിരവധി ജനക്ഷേമ പദ്ധതികളാണ് ക്യാബിനറ്റ് പ്രഖ്യാപിച്ചത്. ചെറുകിട കച്ചവടക്കാരെ സഹായിക്കുന്നതിന് പെട്ടെന്ന് തന്നെയുള്ളൊരു വായ്പാ പദ്ധതി നടപ്പാക്കണമെന്നും കണ്ടു. കച്ചവടക്കാർക്ക് 10 ലക്ഷം രൂപ വരെയുള്ള വായ്പാ സഹായം ബാങ്കുകളിൽ നിന്ന് ലഭ്യമാക്കാനാണ് നടപടികൾ എടുത്തിട്ടുള്ളത്. വീട്ടുപകരണങ്ങളൊക്കെ പുതുതായി വാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭ്യമാക്കും. ഈ വായ്പയുടെ പലിശ സർക്കാരാണ് വഹിക്കുക. ശബരിമല തീർത്ഥാടനം സുഗമമായി നടത്തുന്നതിന് വേണ്ടി ഉന്നതതല സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം സംസ്ഥാനം മുഴുവൻ പ്രളയബാധിതമായി പ്രഖ്യാപിക്കണമെന്ന SLBC ചെയർമാൻ്റെ വാക്കുകൾ മുഖ്യമന്ത്രി തള്ളി. ക്യാമറമാൻ ചന്ദ്രശേഖരനൊപ്പം സെക്രട്ടേറിയറ്റിൽ നിന്നും S. ജീവൻകുമാർ. പ്രിയ പ്രകാശ് വാര്യർക്കെതിരായ FIR സുപ്രീംകോടതി റദ്ദാക്കി. അഡർ ലവ് സിനിമയിലെ മാണിക്യമലരായ പൂവി എന്ന ഗാനം മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് തെലങ്കാന പോലീസ് രജിസ്റ്റർ ചെയ്ത FIR ആണ് സുപ്രീംകോടതി റദ്ദാക്കിയത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. IPC 295A പ്രകാരം കേസ് എടുക്കാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. സംഭവത്തിൽ രാജ്യത്തെവിടെയും പ്രിയ വാര്യർക്കെതിരെ കേസ് എടുക്കുന്നതും കോടതി തടഞ്ഞു. ഗാനത്തിനെതിരെ പരാതിയുണ്ടെങ്കിൽ സെൻസർ ബോർഡിനെയാണ് സമീപിക്കേണ്ടതെന്ന് കോടതി പറഞ്ഞു. സിനിമയുടെ സംവിധായകൻ ഒമർ ലുലു, നിർമ്മാതാവ് എന്നിവർക്കെതിരായ കേസുകളും സുപ്രീംകോടതി റദ്ദാക്കി. രൂപയ്ക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂല്യത്തകർച്ച. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 71ലേക്ക് നിലം പൊത്തി. ഇന്നലെയും ഇന്നുമായി ഇടിഞ്ഞത് 49 പൈസ. സെൻസെക്സ് വീണ്ടും താഴ്ന്നു. പെട്രോൾ ഡീസലിന് വില വീണ്ടും വർദ്ധിച്ചു. അതേസമയം UPA കാലത്ത് രൂപയുടെ മൂല്യം ഇടിയുന്നതിനെ രൂക്ഷമായി വിമർശിക്കുന്ന മോദിയുടെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? സർവകാല റെക്കോർഡിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി ഏകദേശം 49 പൈസയുടെ ഇടിവുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 13-ാം തീയതി 110 രൂപയുടെ ഇടിവ് രൂപയുടെ മൂല്യത്തിൽ ഉണ്ടായതിനു ശേഷമാണ് ഇത്ര വലിയൊരു തകർച്ചയിലേക്ക് ഇപ്പോൾ രൂപ എത്തിയിരിക്കുന്നതെന്ന് പറയാം. ഡോളറുമായുള്ള വിനിമയത്തിൽ പ്രത്യേകിച്ച് 70 രൂപ 59 പൈസയാണ് ഇപ്പോൾ ഇന്ത്യയുടെ രൂപയുടെ ഒരു നിലവാരം എത്തിയിരിക്കുന്നത്. ഡോളറുമായി മാത്രമല്ല, ഡോളറുമായുള്ള വിനിമയം ഇടിഞ്ഞതോടുകൂടി ഗൾഫ് കറൻസികളിലേക്കുള്ള വിനിമയത്തിലും ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇക്കഴിഞ്ഞ വികസ്വര രാജ്യങ്ങളിൽ ഇക്കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വികസ്വര രാജ്യങ്ങളിലെ കറൻസിയുമായി ബന്ധപ്പെട്ട് രൂപയുടെ മൂല്യം ഇടിഞ്ഞ വലിയ ഇടിവ് നേരിട്ട രാജ്യം ഒരു ഇന്ത്യയാണ്. രൂപയുടെ മൂല്യം ഇത്രയോളം ഇടിഞ്ഞത് ധനക്കമ്മിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും സാമ്പത്തിക സ്ഥിതി അത്ര ഭദ്രമല്ലാത്തൊരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നാളെ ഇറങ്ങുന്ന സാമ്പത്തിക വളർച്ചാ റിപ്പോർട്ടും ധനക്കമ്മി റിപ്പോർട്ടിലുമാണ് ഇപ്പോൾ രാജ്യം പ്രതീക്ഷ വെക്കുന്നത്. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാകും. ഈ രൂപയുടെ മൂല്യം ഇടിയുന്നത് പിടിച്ചു നിർത്താൻ എന്തെങ്കിലും നീക്കം അക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മൂല്യം ഇടിയുന്നതിനെ കുറിച്ച് ധനമന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം ഈ പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചത് തന്നെയാണ്. ഇവ വാങ്ങാനായി
കൂടുതൽ തുക ഉപയോഗിക്കേണ്ടി വരുന്നതാണ് ഈ മൂല്യം ഇടിഞ്ഞത്. കൂടാതെ ഇന്ത്യയുടെ വിദേശ നിക്ഷേപം രാജ്യത്തിന് പുറത്തേക്ക് പോയതും ഈ മൂല്യം ഇടിയാൻ കാരണമായതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്താണ് ഇത്ര വലിയൊരു തകർച്ചയിലേക്ക് രാജ്യം പോയതെങ്കിൽ പോലും അതിനുശേഷം രൂപയുടെ മൂല്യം ഒരു സ്റ്റെബിളായി വരികയായിരുന്നു. അവിടെയാണ് പിന്നെ വലിയൊരു തകർച്ച ഉണ്ടായത്. കാരണം GST നോട്ട് മാറ്റം ഒക്കെ ഉണ്ടായതിനു ശേഷം രാജ്യം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി കൂടിയാണ് ഇപ്പോൾ രൂപയുടെ മൂല്യം ഇടിയുന്നത്. സന്തോഷ്, അതുതന്നെയാണ് നമുക്കറിയാം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് UPA ഭരണമായിരുന്നു കേന്ദ്രത്തിലുണ്ടായത്. അന്ന് രൂപയുടെ മൂല്യം ഇടിഞ്ഞപ്പോൾ മോദി രൂക്ഷമായി അതിനെ വിമർശിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മോദി അന്ന് പറഞ്ഞ വാക്കുകൾ ഒന്ന് കേൾക്കാം. ऐसे नहीं होता मित्रों, बैठा हूं, मुझे मालूम है इस प्रकार से रुपया इतनी तेजी से गिर नहीं सकता। अरे नेपाल का रुपया नहीं गिरता है, बांग्लादेश की करेंसी नहीं गिरती है, पाकिस्तान की करेंसी नहीं गिरती, श्रीलंका की करेंसी नहीं गिरती। क्या कारण है हिंदुस्तान का रुपया पतला होता जा रहा है? ये जवाब देना पड़ेगा आपको। देश आपसे जवाब मांग रहा है। സന്തോഷ്, ഇപ്പോൾ നമ്മൾ കേട്ട ശബ്ദം അല്ലെങ്കിൽ ആ വാക്കുകൾ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് UPA സർക്കാരിനെതിരെ ആഞ്ഞടിച്ചതാണ്. അന്ന് രൂപയുടെ മൂല്യം കുറഞ്ഞപ്പോൾ മറ്റ് രാജ്യങ്ങളിലൊന്നും മൂല്യം കുറയുന്നില്ല, ഇന്ത്യയിൽ മാത്രം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന ചോദ്യമാണ് മോദി അന്ന് ഉന്നയിച്ചത്. ഇപ്പോൾ ഇതാ ഇന്ത്യയിൽ ഇപ്പോൾ സമീപകാലത്തെ ഏറ്റവും വലിയ തകർച്ചയാണ് രൂപയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. പ്രിയ, ഈ വർഷം മാത്രം 10% രൂപയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നത്. കാരണം ഇത്ര വലിയൊരു തകർച്ച സമീപകാല ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മുമ്പ് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുന്ന സാഹചര്യങ്ങളിൽ നേരിയ ചാഞ്ചാട്ടം രൂപയുടെ മൂല്യത്തിൽ വരാറുണ്ടെങ്കിൽ പോലും അന്നൊക്കെ ധനമന്ത്രാലയമോ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഇടപെടുകയും അങ്ങനത്തെ വലിയൊരു തകർച്ചയിലേക്ക് പോകുന്നത് പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. 0.40% ഒക്കെയായിരുന്നു മുൻകാലങ്ങളിലൊക്കെ രൂപയുടെ മൂല്യം ഇടിഞ്ഞിരുന്നെങ്കിൽ ഇപ്രാവശ്യം അതുകൂടി കടന്ന് ഈ വർഷത്തെ ഓഗസ്റ്റ് വരെയുള്ള മാസം നമുക്ക് നോക്കാം. ഈ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ 10% രൂപയുടെ മൂല്യത്തിൽ മാത്രം ഇടിവുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് 70 രൂപ 59 പൈസയാണ്. പക്ഷെ ഇതിൽ തന്നെ നിൽക്കില്ല എന്ന സൂചനകൾ വിപണി തരുന്നുണ്ട്. ഇനി അങ്ങോട്ടും ഇടിവ് ഉണ്ടാകും, ഈ ചാഞ്ചാട്ടം തുടരും എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അത്ര വലിയൊരു നേരിയ വ്യത്യാസമുണ്ട്. വിദേശ നിക്ഷേപങ്ങൾ കാര്യമായി വരാത്തതും നമ്മുടെ നിക്ഷേപങ്ങൾ പുറത്തേക്ക് പോകുന്നതും ആണ് ഇത് വലിയൊരു പ്രശ്നമായി മാറുന്നത്. ഈ കയറ്റുമതി ഇറക്കുമതിയൊക്കെ നേരിട്ട് തന്നെ ഇത്തരത്തിൽ രൂപയുടെ ചാഞ്ചാട്ടം ബാധിക്കും. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുമായി വലിയൊരു വിനിമയം ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അവയുടെ രൂപയുടെ മൂല്യത്തിലുള്ള ഇടിവ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കറൻസിയുടെ വരവ് വർദ്ധിപ്പിക്കുമെങ്കിൽ പോലും അത് വലിയൊരു ധാന്യപ്പെരുപ്പ അടക്കമുള്ള കാര്യത്തിലേക്ക് രാജ്യത്തെ എത്തിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായി പറയുന്നത് ഈ ചാഞ്ചാട്ടത്തിൽ ഒരു മാറ്റം ഉണ്ടാവുക നാളെ പുറത്തിറക്കുന്ന ധനക്കമ്മി റിപ്പോർട്ടിലോ അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചാ റിപ്പോർട്ടിലോ ആയിരിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെ വിപണി അതിൽ വലിയ മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം സെൻസസ് ഇന്നലെ മാത്രം ഏകദേശം 179 പോയിന്റ് ഇടിഞ്ഞിട്ടുണ്ട്. ഇന്നും അതിൽ നിന്ന് കയറാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സെൻസസിൽ നിന്ന് വിപണിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം ഉള്ളത്. പ്രിയ, സന്തോഷ്, അതായത് ഈ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുമെന്ന് കരുതി എണ്ണ കമ്പനികളിൽ നിന്നും ഇറക്കുമതി നടത്തിയതാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു തകർച്ചയ്ക്ക് കാരണമായി സംഭവിച്ചിരിക്കുന്നതെന്നാണോ ഒരു വിലയിരുത്തൽ? പ്രിയ, ഈ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് എണ്ണ ഇറക്കുമതിക്കായി വൻതോതിൽ ഡോളറിന്റെ ആവശ്യം വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് രൂപയുടെ മൂല്യം ഇത്തരത്തിൽ ഇടിച്ചത്. അതായത് ഡോളറിന്റെ മൂല്യം വർദ്ധിക്കുന്നു, അതിനനുസരിച്ച് നമുക്ക് ഇന്ത്യയുടെ രൂപയുടെ മൂല്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിനനുസൃതമായി പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഒന്നാമത്തെ ഒരു കാരണമായി കാണിക്കുന്നത്. മറ്റൊന്ന്, ഈ കറണ്ട് അക്കൗണ്ട് കമ്മി ഉയർത്തുന്നതും ഈ രൂപയുടെ മൂല്യം. അക്കാര്യത്തിൽ ഈ റിസർവ് ബാങ്കിനോ അല്ലെങ്കിൽ ധനകാര്യ മന്ത്രാലയത്തിനോ എന്തെങ്കിലും
എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നതാണ് പ്രശ്നം. അതായത് മുൻകാലങ്ങളിലൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ ഇത്തരത്തിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ ഈ കറണ്ട് അക്കൗണ്ട് കമ്മിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ പലപ്പോഴും പിടിച്ചു നിൽക്കാറുള്ളത്. പക്ഷെ അതിൽ ഇപ്പോൾ അങ്ങനെ ഒരു നീക്കം ഉണ്ടാകാത്തതാണ് പ്രശ്നങ്ങൾ ഇത്രയേറെ രൂക്ഷമാക്കുന്നത്. ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നോക്കും. കാരണം ഇതിനു മുമ്പ് ഇത്തരത്തിൽ കടുത്ത വിമർശനം നടത്തിയിട്ടുള്ള ഒരാളാണ് മോദി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടപെടേണ്ടെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ മോദി രാജ്യത്തില്ല, അദ്ദേഹം നേപ്പാൾ സന്ദർശനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ധനമന്ത്രാലയത്തിൽ നിന്ന് നീക്കം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ധനമന്ത്രാലയത്തിൽ നമുക്കറിയാം അരുൺ ജെയ്റ്റ്ലി കഴിഞ്ഞ ആഴ്ചയാണ് ചുമതല ഏറ്റെടുത്തത്. ഇത്തരത്തിൽ ഈ സാമ്പത്തിക വളർച്ചാ റിപ്പോർട്ടൊക്കെ വരേണ്ട ഒരു സാഹചര്യം മുൻനിർത്തിയാണ് അദ്ദേഹം അസുഖബാധിതനാണെങ്കിൽ പോലും തിരിച്ച് ഈ ചുമതല ഏറ്റെടുത്തത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നീക്കം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതായത് രാജ്യം ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണ്ട ഇതിലൂടെ മനസ്സിലാക്കാൻ. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെ കാര്യങ്ങൾ എത്തിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്ക് ഈ വിദേശ നാണ്യ വിനിമയത്തിൽ കൂടുതൽ രൂപ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്കൊരു പ്രതീക്ഷയായി കഴിയുന്നത് ഈ വിനിമയ നിരക്ക് കൂടിയതോടുകൂടി ഗൾഫ് മേഖലയിൽ നിന്ന് കൂടുതൽ പണം രാജ്യത്തേക്ക് എത്തുന്നുണ്ട് എന്നതാണ്. അതാണ് ഇപ്പോൾ ആകെ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു പ്രതീക്ഷയായി ധനമന്ത്രാലയം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. സന്തോഷ്, അതുപോലെ തന്നെ ഈ നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കേന്ദ്രത്തിന്റെ തുടർച്ചയായ ചില തീരുമാനങ്ങൾ അത് തുടർച്ചയായിട്ടുള്ള ഈ രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് കാരണമായിട്ടില്ലേ വലിയ രീതിയിൽ? വിപണിയെ ഇതൊക്കെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കാരണം ഈ നോട്ട് മാറ്റവും GST ഒക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി വിപണിയെ അസ്വസ്ഥമാക്കുന്ന ഒരു പ്രശ്നങ്ങൾ തന്നെയാണ്. അത് തന്നെ കാരണം നമ്മുടെ വ്യവസായ മേഖലയെ ഇത് സാരമായി ബാധിച്ചു. വിദേശ നിക്ഷേപങ്ങളെ നമ്മൾ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ഇപ്പോൾ ഈ മൂല്യം ഇടിയുന്നതൊക്കെ ഇതിനൊക്കെ ഒരു ഉത്ബോധകമായ കാരണങ്ങളായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇതൊരു പെട്ടെന്നുണ്ടായൊരു വിഷയം മാത്രമല്ല. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില പെട്ടെന്ന് ഉയർന്നതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ ആഭ്യന്തര വിപണിയിൽ കാലങ്ങളായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും ഇതിന് കാരണമായിട്ടുണ്ട്. ഇത്തരത്തിൽ തകർന്നടിഞ്ഞ രൂപയുടെ മൂല്യം തകർന്നടിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഏതെല്ലാം മേഖലയായിരിക്കും കാര്യമായി ബാധിക്കുക? ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ എണ്ണ കമ്പനികളെയൊക്കെയാണ് ഇത് കാര്യമായി ബാധിക്കുക. പിന്നൊന്ന് നമ്മുടെ ഇനിയൊരു വിദേശ കച്ചവടവുമായി ബന്ധപ്പെട്ടാണ്, നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിനൊക്കെ ആയിരിക്കും ഇതിനി സാരമായി ബാധിക്കുക. കാരണം കൂടുതൽ തുക വിനിയോഗിക്കേണ്ടി വരുന്നു എന്നൊരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് അന്യ രാജ്യങ്ങളുമായി കച്ചവടം നടത്തുന്ന ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയ്ക്കൊക്കെ ഇത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുക തന്നെ ചെയ്യും. പിന്നെ ക്രൂഡ് ഓയിലിന് വേണ്ടി ഇനി അധികമായി പണം സംഭരിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നവുമുണ്ട്. സ്വാഭാവികമായും പെട്രോൾ ഡീസൽ വില അത് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഇത് സാധാരണക്കാരെ നേരിട്ട് ബാധിക്കും. പ്രിയ, തീർച്ചയായും സന്തോഷ്, ഇനി അപ്പോൾ മോദിയുടെ ഈ ഒരു സമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് മോദി പറഞ്ഞ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ऐसे नहीं होता मित्रों, बैठा हूं, मुझे मालूम है इस प्रकार से रुपया इतनी तेजी से गिर नहीं सकता. अरे नेपाल का रुपया नहीं गिरता है, बांग्लादेश की करेंसी नहीं गिरती है, पाकिस्तान की करेंसी नहीं गिरती, श्रीलंका की करेंसी नहीं गिरती. क्या कारण है हिंदुस्तान का रुपया पतला होता जा रहा है? ये जवाब देना पड़ेगा आपको. देश आपसे जवाब मांग रहा है. സന്തോഷിലേക്ക് വീണ്ടും. സന്തോഷ്, വീണ്ടും നമ്മൾ മോദിയുടെ വാക്കുകളാണ് കണ്ടത്. UPA ഭരണകാലത്ത്, UPA കേന്ദ്രം ഭരിക്കുന്ന കാലത്ത് മോദി വിമർശിച്ച ശരങ്ങളാണ്, ഉന്നയിച്ച വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ ഇതിന് ഈ ഒരു രീതിയിൽ തിരിച്ച് മോദിക്ക് തന്നെ ആ ഒരു രീതിയിൽ മറുപടി അല്ലെങ്കിൽ അടികെട്ടിയിരിക്കുകയാണ്. രൂപയുടെ മൂല്യം വലിയ രീതിയിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇനി മോദിക്ക് ഈ ഒരു കാര്യത്തിൽ എന്ത് വിശദീകരണമായിരിക്കും നൽകാനുള്ളത്? ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്ത് വിശദീകരണമാണ് വരുന്നത്?
പ്രിയ, സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി വൈറലായി പ്രചരിപ്പിക്കുന്ന ഒരു ദൃശ്യമാണത്. രൂപയുടെ മൂല്യം ഇടിഞ്ഞൊരു സാഹചര്യത്തിൽ കൂടി അതിന് പ്രചാരം വളരെയേറെ നേടിയിട്ടുണ്ട്. കാരണം രാഷ്ട്രീയപരമായി ഈ വിഷയങ്ങളൊക്കെ എടുത്തുകൊണ്ട് വിമർശനം ഉന്നയിക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി. തന്റെ കാലത്ത്, അതായത് പ്രധാനമന്ത്രിയാകുന്ന നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എ സമ്പത്ത് എം പി, അതായത് രൂപയ്ക്ക് ചരിത്രത്തിൽ ഏറ്റവും വലിയ മൂല്യ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 71ലേക്ക് നിലം പൊത്തിയിരിക്കുകയാണ്. എന്താണ് ഈ ഒരു അവസരത്തിൽ താങ്കളുടെ പ്രതികരണം? ഗവൺമെന്റ് NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് മാനിപ്പുലേഷൻസ് എന്ന് പറയാവുന്നത് സ്ഥിതി വിവര കണക്കുകളുടെ മാനിപ്പുലേഷൻസ് ഇൻ ദ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വേണമെങ്കിൽ പറയാം, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ ഭാഷയിൽ. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 16 ലോക്സഭയുടെ കാലത്ത് ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് തന്നെ ആദ്യം പ്രഖ്യാപിച്ചത് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടും അടിസ്ഥാന വർഷത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് അന്ന് പറഞ്ഞത് ചൈനയുടെ വളർച്ചാ നിരക്കിന് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് കടത്തി വെട്ടിയിരിക്കുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും. ഇതാണ് പറഞ്ഞത്. എന്നാൽ രണ്ട് രാജ്യങ്ങളുടെയും ആ ബേസ് ഇയർ ആയി കണക്കാക്കിയതിൽ നമ്മുടെ രാജ്യത്തിന്റെ ബേസ് ഇയറും പെട്ടെന്ന് മാറ്റിക്കൊണ്ട് തന്നെ ആ വിധത്തിൽ കൃത്രിമമായ ഒരു വാദമാണ് ഉന്നയിച്ചത് എന്ന് പാർലമെന്റിൽ ഞങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയും പല മാധ്യമങ്ങളിലും ഇത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ്. സാധാരണ ജനങ്ങളുടെ ഇടയിലേക്കെല്ലാം നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്ന രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവ് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം 125 കോടി ജനങ്ങളുടെ ഇടയിൽ എല്ലാം തന്നെ നമുക്ക് എളുപ്പത്തിൽ പഠിപ്പിക്കാനോ അവരിലേക്ക് ഈ കാര്യങ്ങളുടെ ഉള്ളുകള്ളികളെ സംബന്ധിച്ചെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനോ എളുപ്പമല്ല. പക്ഷെ എല്ലാവർക്കും മനസ്സിലാകുന്നതായ ഒരു കാര്യം, ഇന്ത്യൻ രൂപ കൊടുത്ത് നമുക്ക് ദൈനംദിന ആവശ്യത്തിന് വാങ്ങാൻ കഴിയുന്ന സാധനങ്ങളുടെ അളവ് കുറയുകയും ഗുണമേന്മ കുറയുകയും ചെയ്യുകയും ദൈനംദിന ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് തന്നെ നിരവധി തവണ പാർലമെന്റിൽ പറഞ്ഞതും പുറത്തു പറഞ്ഞതുമായ ഒരു കാര്യം, കഴിഞ്ഞ എത്രയോ വർഷക്കാലത്തിനിടയിൽ ഇപ്പോൾ NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അത് സുസ്ഥിരമായിരിക്കുന്നു എന്നും ഭാവി ഭാസുരമാണ് എന്നും നല്ല ദിനങ്ങൾ വരാനിരിക്കുന്നു എന്നുമാണ്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിന്റെ കാര്യത്തിൽ രണ്ടാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടായതുപോലുള്ള ഇൻവേർട്ടഡ് കോമാസിലെ ദുരവസ്ഥ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടായിട്ടില്ല എന്നും അങ്ങനെ ഉണ്ടാവാൻ പോകുന്നില്ല എന്നും അവർ പറയുകയുണ്ടായി. ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്കിനെ സംബന്ധിച്ചാണ് എങ്കിൽ അവരുപയോഗിച്ച പദം ഞാൻ പറയുകയാണ്. ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി തന്നെ ലോക്സഭയിൽ പറഞ്ഞ പദം, വി ആർ ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ എന്നാണ് പറഞ്ഞത്. കംഫർട്ടബിൾ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിന് നമ്മളൊരു സുഖകരമായ, അങ്ങനെ അത്തരത്തിലുള്ള ഒട്ടും അസ്വാസ്ഥ്യം ഉണ്ടാവേണ്ടതില്ലാത്ത ഒരു നിലയെന്നുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലേക്കാണ്, ഏതാണ് കംഫർട്ടബിൾ പൊസിഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതെല്ലാം തന്നെ ലോകത്ത് ഈ ക്രൂഡ് ഓയിലിന്റെ വില ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ബാസ്ക്കറ്റുകളിൽ ഒന്നായിട്ടുള്ള, അത് വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ വാസ്തവത്തിൽ അതിന്റെ യാതൊരു വിധത്തിലുള്ള ഗുണഫലങ്ങളും സാധാരണ ജനങ്ങളിലേക്ക് ഈ പെട്രോൾ, ഗ്യാസ്, അതുപോലെ തന്നെ ഡീസൽ, മണ്ണെണ്ണ, പാചകവാതകം, ഇവിടെ ഈ GNP എന്ന ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്നല്ല GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നും എല്ലാം പറയുമ്പോൾ ഇപ്പോൾ ഈ പാർലമെന്റിൽ ഒരു തമാശയുണ്ട്. GDP എന്നുള്ളത് ഗ്യാസ്, ഡീസൽ, പെട്രോൾ. GDP ഉയരുന്നു എന്ന് പറയുമ്പോൾ ഗ്യാസ്, ഡീസൽ, പെട്രോൾ ഇവയുടെ വില ഉയരുകയാണോ എന്നുള്ള കമന്റ് പോലും വരുന്നത്. നോക്കൂ നിങ്ങൾ, ലോകത്തിൽ എല്ലായിടത്തും ഇന്ധന വില കുറയുമ്പോൾ കഴിഞ്ഞ 4-5 കൊല്ലക്കാലം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആർക്കും തന്നെ അതിൻ്റെതായ ഗുണഭോക്താവാൻ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ ഇന്ത്യ ഗവൺമെന്റിന് എന്തെങ്കിലും വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ആ കംഫർട്ടബിൾ പൊസിഷൻ അത്തരത്തിൽ നിലനിർത്താൻ കഴിഞ്ഞുവെങ്കിൽ അതിന്റെ ഏക കാരണം ഇവിടെ ഇന്നാട്ടിലെ ഗവൺമെന്റ് പുതുതായി എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിച്ചതുകൊണ്ടും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കിട്ടിയതുകൊണ്ടും ആളുകളുടെ കയ്യിലേക്ക് പണം എത്തിയതുകൊണ്ടും ഇന്ത്യൻ രൂപയുടെ വില ആ വിധത്തിൽ കുറവുണ്ടായി എന്നുള്ളത് കൊണ്ട്, കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ കിട്ടി എന്നുള്ളത് കൊണ്ട് ഇന്ത്യയിലെ വൻകിട കുത്തകകളടക്കം ഇന്ത്യയിലെ റിഫൈനറികളിൽ തന്നെ ഏതാണ്ട് ഇപ്പോൾ പകുതിയോളം അതിന്റെ ഈ എണ്ണ ശുദ്ധീകരണം നടത്തുന്നത് ഇന്ത്യയിലെ കുത്തക കമ്പനികളാണ് എന്നുള്ള അവസ്ഥയിലേക്ക്. ചുരുക്കത്തിൽ ലോകത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കേണ്ടുന്ന ഇന്ത്യൻ ജനതയിൽ നിന്ന് അതെല്ലാം തട്ടിപ്പറിച്ച് ഇന്ത്യൻ കുത്തകകൾക്ക് കൊടുക്കുകയും ആ ഇന്ത്യൻ കുത്തകകൾ വാസ്തവത്തിൽ ബഹുരാഷ്ട്ര കുത്തകകളുമായി ചേർന്ന് ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതിന്റെ അനിവാര്യമായ ദുരന്തമാണ് ഇപ്പോൾ ഇന്ത്യൻ രൂപയുടെ ഈ മൂല്യശോഷണത്തിൽ സംഭവിച്ചിട്ടുള്ളത്.
ഈ മൂല്യശോഷണം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് കാര്യമായി സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ക്ലാസ് മുറികൾക്കകത്തെല്ലാം പഠിപ്പിക്കാം, നമുക്ക് കൂടുതൽ കയറ്റുമതി അത്തരത്തിൽ ഉണ്ടാവും, ഇറക്കുമതി നാം കുറയ്ക്കേണ്ടതായി വരുമെന്നല്ല. ഇന്ത്യയിൽ നിന്ന് കാര്യമായ കയറ്റുമതികളൊന്നും ഉണ്ടാകുന്നില്ല, വലിയ വർധനവും ഉണ്ടായിട്ടില്ല. 1/4 കോടി 24 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ ഇപ്പോഴും നികത്തപ്പെടാതെ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലുമായി ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ക്രയവിക്രയ ശേഷി അടക്കം കുത്തനെ ഇടിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ വാസ്തവത്തിൽ അനിവാര്യമായ ദുരന്തത്തെ NDA ഗവൺമെന്റ് ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. തീർച്ചയായും അതുതന്നെയാണ് ശ്രീ സമ്പത്ത് എം പി. ഒപ്പം തന്നെ നമുക്കറിയാം UPയുടെ ഭരണകാലത്ത് രൂപയുടെ മൂല്യം തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസംഗം വാക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയിൽ മാത്രം ഇത് സംഭവിക്കുന്നു എന്ന രീതിയിൽ UPA ഗവൺമെന്റിനെ ശക്തമായി എതിർത്തുകൊണ്ട് രൂപയുടെ മൂല്യം തകർന്നതിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ് അത് എന്ന രീതിയിൽ മറ്റ് രാജ്യങ്ങളെ വെച്ച് രാജ്യങ്ങളിൽ സംഭവിക്കാത്തത് എന്തുകൊണ്ട് ഇന്ത്യയിൽ സംഭവിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രസംഗം അന്ന് പറഞ്ഞ മോദിയുടെ അതേ രാജ്യത്ത് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയായി ഭരിക്കുന്ന ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഏറ്റവും വലിയ തകർച്ച രൂപയുടെ മൂല്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. സമീപകാലത്തെ ഏറ്റവും വലിയ തകർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. താങ്കൾ പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. ഒരു ഫാക്ട് ഇസ് എ ഫാക്ട്. അത് അത്തരത്തിൽ ഈ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ നമ്മൾ കണ്ണടച്ചു നിന്നിട്ട് വേറെ ഒരു കാര്യവുമില്ല. അതിന് രാഷ്ട്രീയമായിട്ടുള്ള പ്രസംഗങ്ങൾ കൊണ്ടത് പരിഹരിക്കാൻ കഴിയുന്നതല്ല. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭവിച്ചിട്ടുള്ള ദുര്യോഗം എന്നത് വളരെ ഗുരുതരമായിട്ടുള്ളതാണ്. കാർഷിക മേഖലയിലെ പ്രതിസന്ധി അതിരൂക്ഷമായതാണല്ലോ വാസ്തവത്തിൽ കർഷകരുടെ കൂട്ട ആത്മഹത്യയിലേക്ക്, സകുടുംബ ആത്മഹത്യകളിലേക്ക് നയിച്ചത്. ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടക്കുന്ന രാജ്യം എന്നുള്ള അപഖ്യാതിയിൽ നാം തുടരുന്നത്. ഇത് മാത്രമല്ലല്ലോ, നാം ഒരു 25 ലക്ഷത്തോളം പൊതുമേഖലയിലെ തൊഴിലുകൾ, അത് ഗവൺമെന്റിന്റേത്, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടേത്, ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളുടേത്, ഇന്ത്യൻ റെയിൽവേയിൽ തന്നെ ഇനിയും 2 ലക്ഷം വേക്കൻസികൾ നികത്താനായി ഉണ്ട്. പട്ടാളത്തിൽ, കേന്ദ്ര പോലീസിൽ, റിസർവ് പോലീസിൽ, വിവിധ ബാങ്കുകളിൽ, അത്തരത്തിൽ ഇതെല്ലാം തന്നെ വല്ലാത്ത മാൻ പവർ ഷോർട്ടേജ് അവരെല്ലാം അത്തരത്തിൽ അനുഭവിക്കുന്ന ഒരു കാലത്ത് ഇന്ത്യയിൽ വല്ലാത്ത ഈ സ്വകാര്യവൽക്കരണത്തിന്റെ കുത്തൊഴുക്ക് ഗവൺമെന്റ് തന്നെ എല്ലാ ഈ പൊതു നിക്ഷേപങ്ങളും വാസ്തവത്തിൽ സ്വകാര്യവൽക്കരിക്കുന്നതിന് ഈ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വാക്കുകൾ കടമെടുത്താൽ ഈ ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ആൻഡ് ദ ലീഗൽ പ്ലണ്ടർ എന്ന് പറയുന്ന നിലയിലേക്ക് അദ്ദേഹം നോട്ട് നിരോധനത്തിന്റെ കാലത്ത് പറഞ്ഞതുപോലെ ഇവിടെ പൊതുമേഖലയുടെ കൊള്ളയാണ് വാസ്തവത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ വ്യാവസായിക മേഖലയിൽ പുതുതായി തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ല. ഇവിടെ സേവന മേഖലയിൽ അടക്കം വാസ്തവത്തിൽ ഗവൺമെന്റ് പിന്നോക്കം പോവുകയാണ്. സാമൂഹ്യ സുരക്ഷിത നടപടികളുടെ പൊള്ളയായ വാഗ്ദാനങ്ങളല്ലാതെ കാര്യങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല. ദൈനംദിന ജീവിതത്തിൽ ജനങ്ങളുടെ ജീവിതഭാരം, ജനങ്ങളുടെ ചെലവ് അത് വർദ്ധിക്കുന്നു എന്നുള്ളതല്ലാതെ മനുഷ്യന്റെ, ഒരു സാധാരണ ഇന്ത്യക്കാരന്റെ റിയൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ ഒരു യഥാർത്ഥത്തിലുള്ള മനുഷ്യന്റെ ജീവിത നിലവാരത്തിൽ വർധനവ് അനുഭവവേദ്യമാകുന്നില്ല. ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞ അതേ വാചകം ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്നുകൂടി തന്റെ മുഖമൊന്ന് നോക്കുന്നതും പറഞ്ഞ വാചകങ്ങൾ കേൾക്കുന്നതും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2018 ഈ ആഗസ്റ്റ് 31 നന്നായിരിക്കും. തീർച്ചയായും അതുതന്നെയാണ്. നോട്ട് നിരോധനം അടക്കമുള്ള ഇപ്പോഴത്തെ കേന്ദ്ര നയം ഇതിന് ഇപ്പോൾ രൂപയുടെ മൂല്യം തകർന്നതിന് വലിയ കാരണമായി എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. രാജ്യം ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും വിലയിരുത്തപ്പെടുകയാണ്. അതെ, ഇത് ഈ ക്രൂഡ് ഓയിലിന്റെ വിലയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വാസ്തവത്തിൽ ഈ വിദേശ നാണ്യ ശേഖരണം വർദ്ധിച്ചത്. ഇപ്പൊ വിദേശ നാണ്യ ശേഖരണത്തിൽ നാണ്യ ശേഖരത്തിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ കുറവുണ്ടാകാൻ പോകുന്നത് നേരത്തെ ക്രൂഡ് ഓയിലിന്റെ വിലയുമായി ബന്ധപ്പെട്ടാണ്. രൂപയുടെ മൂല്യത്തിൽ നമുക്ക് അത്തരത്തിൽ നമുക്കൊരു പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ അത് ജീവിതത്തിൽ അത് രൂപയുടെ മൂല്യത്തിൽ ശോഷണം സംഭവിച്ചു എന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ പരസ്യമായ ഒരു കുറ്റസമ്മതം അങ്ങ് നടത്തിയാൽ പോരെ. ഇത് എന്തെങ്കിലും നല്ല കാര്യം വന്നു, അതല്ല ഞങ്ങളുടേതായ ഗുണം കൊണ്ടാണ് ഇപ്പോ ഇത്തരത്തിൽ മോശമായ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. ഇതൊന്നും ഞങ്ങളുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, ഇതെല്ലാം ഈ ലോകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടത്. എല്ലാ നന്മയും എല്ലാ നല്ല കാര്യങ്ങളും ഞങ്ങളുടേതായിട്ടുള്ള അത്തരത്തിലുള്ള തറവാട്ട് സ്വത്താണ് എന്നും ഏതെങ്കിലും വിധത്തിലുള്ള മോശത്തരങ്ങളോ പിടിപ്പുകേടുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് എന്നും പറയുന്നത് ഈ ക്രോണി ക്യാപിറ്റലിസത്തിന്റെ കാര്യങ്ങളിൽ there is profit, I will take the whole profit. If there is loss, the loss should be shared by the public എന്ന് പറയുന്ന ചില ക്രോണി ക്യാപിറ്റലിസ്റ്റുകൾ ഉണ്ടല്ലോ. എല്ലാ നഷ്ടവും നിങ്ങൾ എല്ലാവരും കൂടി നികത്തി തരണം, ലാഭമുണ്ടെങ്കിൽ എല്ലാം ഞാൻ എടുത്തോളാം. അത് ഗവൺമെന്റ് അത്തരത്തിൽ മാറുന്നത് ശരിയല്ല. നന്ദി ശ്രീ സമ്പത്ത് എം പി ഞങ്ങളുടെ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും സന്തോഷിലേക്ക്. സന്തോഷ്, ഇപ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു തകർച്ചയിലേക്ക് രൂപയുടെ മൂല്യം പോയ സ്ഥിതിക്ക് ഇതിനെ മറികടക്കാൻ ഏത് രീതിയിലുള്ള
പ്രവർത്തികളുമായി ഏത് രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ പ്രതികരണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അവർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില മാത്രമാണ്. അതിന് ഒരു ചാഞ്ചാട്ടമാണ് കാരണം എന്നാണ് പറയുന്നത്. കൂടാതെ കേന്ദ്ര ധനമന്ത്രാലയം ഇന്ന് GDP-യുടെ കണക്കുകൾ പുറത്തിറക്കും, അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച റിപ്പോർട്ട് പുറത്തിറക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ഈ രൂപയുടെ മൂല്യവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വിപണിയിലെ ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് ധനമന്ത്രാലയം പങ്കുവയ്ക്കുന്നത്. കാരണം അതിലാണ് ഇപ്പോൾ അവരുടെ നോട്ടം. അതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലാണ് ധനമന്ത്രാലയം. അതിനുശേഷം മാറ്റം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഈ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വിലയുടെ ചാഞ്ചാട്ടം നമ്മളെ ബാധിക്കുന്നത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന കാര്യത്തിലൊരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. ഈ സെൻസെക്സ് ഇടിയുന്നതും വർദ്ധിക്കുന്നു. കാരണം രൂപയുടെ മൂല്യത്തിലെ ആ ഒരു ചാഞ്ചാട്ടം വലിയ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ 40 പൈസയാണ് ഇടിഞ്ഞെങ്കിൽ ഇന്ന് അതിലേറെ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പ്രിയ. ശരി സന്തോഷ്. രൂപയ്ക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂല്യ തകർച്ച സംഭവിച്ചിരിക്കുന്നു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 71ലേക്ക് നിലംപൊത്തിയിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി ഇടിഞ്ഞത് 49 പൈസയാണ്. സെൻസെക്സ് വീണ്ടും താഴ്ന്നിരിക്കുന്നു. പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിച്ചു. ഇതിന്റെ വിശദാംശങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. മടങ്ങിവരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്തെ പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ലഭിക്കുന്ന തുക പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന ഹർജിയിൽ നിലപാട് അറിയിക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. പ്രളയക്കെടുതി ദുരിതാശ്വാസത്തിനെന്ന പേരിൽ സർക്കാരിതര ഏജൻസികൾ പിരിക്കുന്ന പണം ദുരിതാശ്വാസത്തിന് തന്നെ വിനിയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. മാധ്യമ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും സ്വരൂപിക്കുന്ന പണം ദുരിതബാധിതർക്ക് തന്നെ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ എന്ത് സംവിധാനമാണ് ഉള്ളതെന്ന് സർക്കാർ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യങ്ങളിൽ സർക്കാർ ഇന്ന് നിലപാട് വ്യക്തമാക്കും. ഡാം കൃത്യസമയത്ത് തുറന്നുവിടാത്തതാണ് പ്രളയത്തിന് കാരണമെന്നാരോപിച്ച് സമർപ്പിച്ച മറ്റൊരു ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കും. പ്രളയക്കെടുതിയിൽ സർവ്വവും നഷ്ടമായവർക്ക് കൈത്താങ്ങാകാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയുമായി എത്തുന്നവർ നിരവധി. ഇതിൽ മലയാളികൾ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഉൾപ്പെടുന്നു. ഇതുവരെ 1027 കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തിയത്. കാരുണ്യത്തിന്റെ നേർപതിപ്പാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലെ ഈ കാഴ്ചകൾ. ദുരന്തഭൂമിയിൽ കഴിയുന്ന തങ്ങളുടെ സഹോദരങ്ങൾക്ക് സഹായഹസ്തവുമായി എത്തിയവരാണ് ഇവർ. മഹാപ്രളയം പെയ്തിറങ്ങിയ കേരളത്തിൽ മനസ്സലിവിന്റെ ഹൃദയം തുറക്കുകയാണ് മനുഷ്യർ. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വേർതിരിവില്ലാതെ കനിവിന്റെ ചില്ലിക്കാശുകൾ മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ച് ലോകത്തിന് തന്നെ മാതൃകയും സഹജീവികളോടുള്ള സ്നേഹസ്പർശവും വ്യക്തമാക്കുകയാണ് ഈ ദൃശ്യങ്ങൾ. ₹100 മുതൽ കോടികൾ വരെ സഹജീവികളുടെ കരുതലിനായി നൽകുന്നവരും സ്വന്തം ഭൂമി തന്നെ ദാനം ചെയ്യുന്നവരും മനുഷ്യർ എങ്ങനെയാകണമെന്ന് കാട്ടിത്തരുകയാണ് ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി അജി കൃഷ്ണൻ. വീടുകൾ പാടെ നശിച്ച ഒരുപാട് പേരെ എനിക്ക് തന്നെ നേരിട്ടറിയാവുന്നവരുണ്ട്. അപ്പം നമ്മളുടെ കുറച്ച് സ്ഥലം ഇവിടെ ഉള്ളത്. അപ്പം ഇവർക്ക് കൊടുത്തുകൊണ്ട് 25 കുടുംബങ്ങൾക്കാണ് നമ്മളത് ചെയ്യുന്നത്. കനിവിന്റെ ഉറവ ജനമനസ്സുകളിൽ വറ്റിയിട്ടില്ല എന്നുള്ളതിന് വ്യക്തം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ കാണുന്ന ഈ ആൾക്കൂട്ടം. പ്രതിദിനം ₹100 മുതൽ കോടിക്കണക്കിന് രൂപയുമായാണ് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. സെക്രട്ടറിയിൽ നിന്നും ക്യാമറമാൻ ദേവദത്തിനൊപ്പം KG ദിനകർ. എലിപ്പനി പടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചതായി DMO. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി വിവിധ പഞ്ചായത്തുകളിൽ ഇന്നു മുതൽ താൽക്കാലിക ആശുപത്രികൾ പ്രവർത്തനം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, വിശദാംശങ്ങൾ. പ്രിയ, കോഴിക്കോട് ജില്ലയിൽ 31 എലിപ്പനി കേസുകളാണ് ഈ മാസം 8-ന് ശേഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രോഗലക്ഷണങ്ങളോടെ 89 പേർ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുകയും ചെയ്യുന്നു. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതിനെ തുടർന്ന് കൂടുതൽ പേർ ഇന്ന് ചികിത്സ തേടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രതിരോധ മരുന്ന് വിതരണം നടത്തിവരുന്നതായി DMO ഡോക്ടർ ജയശ്രീ അറിയിച്ചു. വിഷയം ചർച്ച ചെയ്യാൻ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലും അതേപോലെ തന്നെ ഈ താൽക്കാലിക ആശുപത്രികൾ ആരംഭിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതി യോഗവും ഇന്ന് നടക്കുകയാണ്. ഇവർ തീരുമാനിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും ഇത്തരത്തിൽ
പ്രത്യേക ആശുപത്രികൾ അല്ലെങ്കിൽ ക്ലിനിക്കുകൾ ആരംഭിക്കുക. ആ തീരുമാനം വന്ന ശേഷം ഇതിനാവശ്യമായ ഡോക്ടർമാരെയും അതേപോലെ തന്നെ നഴ്സ്, അതേപോലെ ഹെൽത്ത് അടക്കമുള്ള ആളുകളെ കൃത്യമായി ആ സ്ഥലങ്ങളിൽ എത്തിക്കാനുള്ള ഒരു പ്രവർത്തനവും ജില്ലാ ഭരണകൂടത്തിന്റെയും പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രളയത്തെ തുടർന്നുള്ള പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ജില്ലയിൽ താൽക്കാലികമായി ഇത്തരത്തിൽ 16 ആശുപത്രികളുടെ പ്രവർത്തനം നടത്താനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, വിവരങ്ങളാണ് ലതീഷ് നൽകിയത്. എലിപ്പനി തുടക്കത്തിലെ ചികിത്സിച്ചാൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീ. വെള്ളക്കെട്ടിൽ ഇറങ്ങുന്നവരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും നിർബന്ധമായും പ്രതിരോധ ഗുളിക കഴിക്കണമെന്നും ജയശ്രീ പറഞ്ഞു. വെള്ളക്കെട്ട് ഉള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അത് അവരുടെ തൊഴിലിന്റെ ഭാഗമായിട്ടാണെങ്കിലും അതല്ലാതെ ശുചീകരണത്തിന് പോകുന്നവരാണെങ്കിലും നിർബന്ധമായും ഡോക്ടേഴ്സെങ്കിലും പ്രതിരോധ ഗുളിക കഴിക്കേണ്ടതാണ്. ഇന്ന് കോഴിക്കോട് ജില്ലയിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും രാവിലെ 9 മുതൽ 12 വരെ ഡോക്ടർസൈക്ലിൻ ഗുളിക വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ ചെന്നിട്ട് ഗുളിക കൊടുക്കുന്നുണ്ട്. എന്താണെങ്കിലും പനി, ശരീരവേദനയോട് കൂടി വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇത്തരം ജലത്തുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ വിവരം ചികിത്സ തേടുന്ന ഡോക്ടറെ ധരിപ്പിക്കേണ്ടതും പ്രതിരോധ മരുന്ന് കഴിക്കേണ്ടതുമാണ്. എലിപ്പനി തുടക്കത്തിലെ തന്നെ ചികിത്സിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് രക്ഷ നേടാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അത് വൈകും തോറും മരണത്തിൽ കലാശിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗരൂകരായിട്ടിരിക്കേണ്ടതുണ്ട്. ഈ ഒരു സമയത്ത് ജനങ്ങൾ പ്രത്യേകം ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹാരിസൺ മലയാളമടക്കം വിവിധ പ്ലാന്റേഷനുകൾക്ക് കീഴിലെ 38,000 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള സ്പെഷ്യൽ ഓഫീസറുടെ ഉത്തരവ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ. ഭൂമി ഏറ്റെടുക്കാനായി സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞ കാരണങ്ങൾ ഹൈക്കോടതി കൃത്യമായി പരിശോധിച്ചില്ലെന്നും എതിർകക്ഷികൾക്ക് പറയാനുള്ളത് കേട്ട ശേഷമായിരുന്നു ഏറ്റെടുക്കാനുള്ള തീരുമാനമെന്നും അപ്പീലിൽ പറയുന്നു. ഉടമസ്ഥാവകാശം നിശ്ചയിക്കാൻ സ്പെഷ്യൽ ഓഫീസർക്ക് അധികാരമില്ലെന്ന ഹൈക്കോടതി വിധി തെറ്റാണെന്നും കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം സ്പെഷ്യൽ ഓഫീസർക്ക് കോടതിയുടെ അധികാരങ്ങളുണ്ടെന്നും അപ്പീൽ ചൂണ്ടിക്കാട്ടുന്നു. നിയമസഭയിൽ സംസാരിക്കാൻ അവസരം നൽകിയില്ല എന്ന ആരോപണം സഭയെക്കുറിച്ച് ധാരണയില്ലാത്തതിനാലാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. 140 MLA-മാരും സംസാരിച്ച ഒരു സഭാ സമ്മേളനവും ഉണ്ടായിട്ടില്ല. നിയമസഭയിൽ അംഗങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു രാഷ്ട്രീയ സംഘടന മറുപടി പറയേണ്ട ആവശ്യമില്ലെന്നും കാനം രാജേന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു. നിയമസഭയിൽ പ്രസംഗിക്കാൻ, ചർച്ച ചെയ്യാൻ അവസരം കൊടുത്തില്ല എന്നൊക്കെ പറയുന്നത് അത് നിയമസഭയെക്കുറിച്ച് അറിയാൻ പാടില്ല. 140 MLA-മാരും പ്രസംഗിക്കുന്ന ഒരു സഭാ സമ്മേളനവും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊന്നും വലിയ വിഷയമായിട്ട് മാധ്യമങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത് ആരൊക്കെയാണ് സംസാരിക്കുന്നത്, അവർ സംസാരിക്കും, ഇത്രേ ഉള്ളൂ. ഇന്നലെ നിയമസഭയിൽ ചില MLA-മാരുടെ ചില പരാമർശങ്ങളുണ്ട്. പ്രത്യേകിച്ച് ദേവികുളം MLA S. രാജേന്ദ്രൻ്റെയും അതോടൊപ്പം തന്നെ PV അൻവർ MLA-യുടെയും ചില പരാമർശങ്ങൾ നിബിഡ വനത്തിൽ പോലും ഉരുളുപൊട്ടുന്നുണ്ടോ എന്നൊക്കെയാണ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു പ്രളയത്തിന് ശേഷം പോലും ഉള്ള ചർച്ചകളിൽ ഇവരെല്ലാം ചോദിക്കുന്നത്. ദേവികുളം MLA പ്ലംജൂഡി റിസോർട്ടിനെ കുറിച്ച് ആശങ്കപ്പെടുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ വിഷയങ്ങളാണോ ചർച്ച ചെയ്യേണ്ടത്, അതോ ഇക്കാര്യത്തിൽ CPI-യുടെ ഒരു നിലപാടുണ്ട്? അങ്ങനെ നിയമസഭയിൽ ആരെങ്കിലും പറയുന്നതിനെ കുറിച്ചൊരു പൊളിറ്റിക്കൽ പാർട്ടി അഭിപ്രായം പുറത്തു പറയേണ്ട കാര്യം എന്താ? അങ്ങനെ ആരും പറയാറില്ല. നിയമസഭയിലെ ചർച്ചയിൽ ഓരോ പാർട്ടിക്കോ ഓരോ MLA-ക്കും തോന്നുന്ന കാര്യങ്ങൾ അവിടെ പറയും. അതിനെക്കുറിച്ച് പുറത്തു അഭിപ്രായ പ്രകടനം നടത്തേണ്ട കാര്യമില്ല. മഴക്കെടുതിക്ക് ശേഷം വീട് വൃത്തിയാക്കി താമസിക്കാനെത്തിയപ്പോൾ കണ്ടത് കത്തിനശിച്ച വീട്. കുട്ടനാട് കണ്ടംകരിയിലാണ് ഈ ദുരന്തം നടന്നത്. 120-ലധികം വർഷം പഴക്കമുള്ള തറവാടാണ് കത്തിനശിച്ചത്. കുട്ടനാട്ടിലെ ചമ്പക്കുളം പഞ്ചായത്തിൽ 6-ാം വാർഡിൽ താമസിക്കുന്ന ആന്റണി ജോസഫിന്റെ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. പ്രളയത്തെ തുടർന്ന് ബന്ധുവീടുകളിൽ താമസിച്ചിരുന്ന ഇവർ കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെത്തിയത്. 120-ൽ വർഷം പഴക്കമുള്ള അറയും പുരയും അടങ്ങിയ പഴയ തറവാടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവർ വീട് വൃത്തിയാക്കിയ ശേഷം താമസയോഗ്യമല്ലാത്തതിനെ തുടർന്ന് അയൽവീട്ടിലായിരുന്നു താമസം. ഇന്നലെ ക്ലീനിങ്ങിനായിട്ട് ഇവിടെ വരികയും സഹോദരൻ്റെ വീട്ടിൽ താമസിക്കുകയും കൂടെ ആയിരുന്നു. അപ്പം ക്ലീനിങ് കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ ലൈറ്റ് ഇട്ടിട്ട് സഹോദരൻ്റെ വീട്ടിൽ താമസിച്ചൊരു 9:30 ആയപ്പോൾ ഇത് കത്താൻ തുടങ്ങി. ഞങ്ങൾ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഏറെക്കുറെ ഏതാണ്ട് പൂർണ്ണമായി 5 മുറിയും ഒരു ഹാളും അതിനനുസരിച്ചുള്ള ഫർണിച്ചറുകളും ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാ സാധനങ്ങളും ഇത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഏറെക്കുറെ ഏതാണ്ട് 95 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു വിലയാണ്. അത് ഷോർട്ട് സർക്യൂട്ട്സ് ആണ് ഞങ്ങളുടെ സംശയം. അത് തന്നെയാണ്. രാത്രി വൈകിയാണ് വീടിന് തീപിടിച്ചത്.
ഉടൻ തന്നെ ഫയർഫോഴ്സും മറ്റും എത്തിയെങ്കിലും വീട് പൂർണ്ണമായും കത്തിനശിച്ചു. പ്രളയക്കെടുതിയിൽ തന്നെ സർവ്വതും നഷ്ടപ്പെട്ടുവെങ്കിലും വീട് മാത്രമായിരുന്നു ഇവരുടെ ആശ്രയം. എന്നാൽ ഇതുകൂടി ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സംസ്ഥാനത്തെ പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ലഭിക്കുന്ന തുക പ്രത്യേക അക്കൌണ്ടിലേക്ക് മാറ്റണമെന്ന ഹർജിയിൽ നിലപാട് അറിയിക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. പ്രളയക്കെടുതി ദുരിതാശ്വാസത്തിനെന്ന പേരിൽ സർക്കാർ ഇതര ഏജൻസികൾ പിരിക്കുന്ന പണം ദുരിതാശ്വാസത്തിന് തന്നെ വിനിയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. മാധ്യമ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും സ്വരൂപിക്കുന്ന പണം ദുരിതബാധിതർക്ക് തന്നെ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ എന്ത് സംവിധാനമാണ് ഉള്ളതെന്ന് സർക്കാർ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യങ്ങളിൽ സർക്കാർ ഇന്ന് നിലപാട് വ്യക്തമാക്കും. ഡാം കൃത്യസമയത്ത് തുറന്നുവിടാത്തതാണ് പ്രളയത്തിന് കാരണമെന്ന് ആരോപിച്ച് സമർപ്പിച്ച മറ്റൊരു ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കും. പ്രളയത്തെ അതിജീവിക്കാൻ നടത്തിയ പരിശ്രമങ്ങളിൽ സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും നീതി ആയോഗ് സിഇഒ അമിതാഭ് കാന്തിന്റെ പ്രശംസ. പുതിയ കേരള നിർമ്മാണത്തിന് മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം. ലോകോത്തര നിലവാരത്തിലായിരിക്കണം പുതിയ കേരളത്തിന്റെ നിർമ്മാണം. മുഖ്യമന്ത്രി പിണറായി വിജയന് ആ ചുമതല നിർവഹിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാരുണ്യത്തിന്റെ നേർപതിപ്പാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലെ ഈ കാഴ്ച. 1966 തീപിടുത്തത്തിന് ശേഷം ലണ്ടൻ നഗരം ലോകോത്തരമായി പുനർനിർമ്മിക്കപ്പെട്ട പോലെയായിരിക്കണം പുതിയ കേരളത്തിന്റെ നിർമ്മാണവുമെന്നായിരുന്നു കേരളത്തെ അടുത്തു പരിചയമുള്ള അമിതാഭ് കാന്തിന്റെ നിലപാട്. ആ ചുമതല നിർവഹിക്കാൻ സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സാധിക്കും. പ്രളയസമയത്തെ പ്രവർത്തനങ്ങളിലൂടെ ഇക്കാര്യം ബോധ്യമായതാണ്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. മറ്റെവിടെയും കേരളത്തിന്റെ രീതിയിലുള്ള മാതൃക കാണുവാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പകർച്ചവ്യാധി തടയാൻ ഫലപ്രദമായ നടപടികൾ, ആളുകൾക്ക് നഷ്ടമായ ജീവനോപാധി തിരികെ ലഭിക്കാൻ സർക്കാർ സഹായം, നഷ്ടമായ ബൗദ്ധിക സാഹചര്യങ്ങൾ പുനഃസൃഷ്ടിക്കുമ്പോൾ മികച്ച മാസ്റ്റർ പ്ലാനിന്റെ ആവശ്യകത, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സഹകരിച്ചുള്ള പ്രവർത്തനം, ഇവയൊക്കെ സാധ്യമായാലേ പുനർനിർമ്മാണം പൂർത്തിയാകൂ. വിഷയത്തിലെ തന്റെ നിലപാട് വ്യക്തമാക്കി അമിതാഭ് കാന്ത് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സാലറി ചലഞ്ച് താൻ നേരത്തെ ഏറ്റെടുത്തതായും അദ്ദേഹം വെളിപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ പ്രവർത്തനം സുതാര്യമാണെന്നും പണം നൽകിയ ഉടൻ തനിക്ക് രസീത് ലഭിച്ചെന്നും അമിതാഭ് കാന്ത് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രളയം മൂലം സംസ്ഥാനത്ത് മിൽമയ്ക്ക് പ്രതിദിനം 2.5 ലക്ഷം ലിറ്റർ പാലിന്റെ ഉൽപാദനക്കുറവ്. കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. പാലിന്റെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ് മിൽമ അധികൃതർ. തൃശൂർ, പത്തനംതിട്ട, ഇടുക്കി മേഖലകളിലാണ് ഏറ്റവും അധികം കന്നുകാലികൾ ചത്തത്. പാൽ ഉൽപാദനത്തിനൊപ്പം വിൽപ്പനയിലും വൻ കുറവുണ്ടായി. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 2.5 ലക്ഷം ലിറ്റർ പാൽ പ്രതിദിനം കർണാടകയിൽ നിന്ന് എത്തിക്കും. ആഭ്യന്തര പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള മിൽമയുടെ ശ്രമങ്ങൾക്ക് വൻ തിരിച്ചടിയാണ് പ്രളയമുണ്ടാക്കിയത്. കർഷകരുടെ സംഘങ്ങളിൽ കളക്ട് ചെയ്ത പാല് 2 ലക്ഷം ലിറ്ററായി കുറഞ്ഞിട്ടുണ്ട്. 2 ലക്ഷം ലിറ്റർ കുറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ പ്രതിദിനം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിൽപ്പനയും സാരമായി ബാധിച്ചിട്ടുണ്ട്. അത് വിൽപ്പന പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ പശുക്കൾ 8000-ലധികം പശുക്കൾ മരിച്ചു പോയിട്ടുണ്ട്. ഏതാണ്ട് അതിലധികം നമ്പർ എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വളരെ കൂടുതൽ പശുക്കൾ ഡാമേജ് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ രോഗം, അതുപോലെ തന്നെ അപകടവും, ശരീരം മുറിഞ്ഞും ഒക്കെ ഉത്പാദനക്ഷമത നഷ്ടപ്പെട്ട നിരവധി പശുക്കളുണ്ട്. കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് ഒരിക്കലും മിൽമ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. മിൽമയുടെ കണക്ക് പ്രകാരം 8000-ലധികം പശുക്കളാണ് ചത്തത്. അതിനേക്കാളേറെ പശുക്കൾക്ക് പരിക്കേറ്റ് പാലുൽപാദനം കുറയുകയും ചെയ്തു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കാലികളെ എത്തിക്കാനുള്ള ശ്രമവും മിൽമ നടത്തുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് പോകാനാകുമെന്നാണ് മിൽമയുടെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കാരുണ്യ സ്പർശമായി കൊല്ലം ശക്തികുളങ്ങര പോലീസ്. ജലത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന സെന്റ് തോമസ് തുരുത്തിലെ ഗിൽബർട്ടിന്റെ വീട് പ്രളയത്തിൽ വെള്ളം കയറി തകർന്നിരുന്നു. ഇത് വൃത്തിയാക്കിയും പുറമെ വീട് പുനർനിർമ്മിച്ചുമാണ് ശക്തികുളങ്ങര പോലീസ് മാതൃകയായത്. സബ് ഇൻസ്പെക്ടർ രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു ദുരിതാശ്വാസ പ്രവർത്തനം. പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷം ഒഴിവാക്കിയാണ് 50,000 ചിലവിട്ട് വീട് പുനർനിർമ്മിച്ചത്. ഇതിനു പുറമെ പ്രളയബാധിതരെ സഹായിക്കാൻ നിരവധി പ്രവൃത്തികൾ നടത്തിവരുന്നു. വീടുകൾ വൃത്തിയാക്കുന്നതിനുപരി പോലീസുകാർ സ്വന്തമായി ശേഖരിച്ച സാധനങ്ങൾ ക്യാമ്പുകളിലേക്ക് ആദ്യഘട്ടമായി അയച്ചുകൊടുത്തു.
കനത്ത മഴയെ തുടർന്ന് ബ്രഹ്മപുത്ര നദിയിലെ ജലനിരപ്പ് ഉയർന്നതോടെ വീണ്ടും പ്രളയം ഉണ്ടായേക്കാമെന്ന ഇന്ത്യയ്ക്ക് ചൈനയുടെ മുന്നറിയിപ്പ്. മഴ കനത്തതോടെ ചൈനയിൽ വിവിധ അണക്കെട്ടുകളിൽ നിന്നായി 9,020 ക്യൂമെക്സ് ജലമാണ് നദിയിലേക്ക് ഒഴുക്കിവിടുന്നത്. പ്രളയം ബാധിക്കുക അരുണാചൽ പ്രദേശിനെയാണ്. അരുണാചൽ പ്രദേശിനെ പ്രളയം ബാധിച്ചേക്കാമെന്ന മുന്നറിയിപ്പ് ലഭിച്ചതായി MP നിനോങ് എറിയാങ് അറിയിച്ചു. 150 വർഷത്തിനിടെ ബ്രഹ്മപുത്ര നദിയിൽ ജലനിരപ്പ് ഇത്രയധികം ഉയരുന്നത് ഇതാദ്യം. കശ്മീരിൽ പോലീസുകാരുടെ കുടുംബങ്ങളെ ഭീകരർ ആക്രമിക്കുകയും കുടുംബാംഗങ്ങളെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തതായി റിപ്പോർട്ട്. 5 പോലീസുകാരുടെ കുടുംബങ്ങളെയാണ് തട്ടിക്കൊണ്ടുപോയത്. ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. വ്യാഴാഴ്ച വൈകിട്ടോടെ ഭീകരർ കശ്മീരിലെ പോലീസുകാരുടെ വീട് കയറി ആക്രമിക്കുകയും 5 കുടുംബങ്ങളെ തട്ടിക്കൊണ്ടുപോവുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം രക്ഷാസേന ഭീകരരുടെ വീടുകളിൽ തെരച്ചിൽ നടത്തി നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും 2 വീടുകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പ്രതികാരമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് സൂചന. അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള നീക്കങ്ങളാണ് ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങൾക്ക് നേരെ ഭീകരർ നടത്തുന്നത്. ബുധനാഴ്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകരെയും വ്യാഴാഴ്ച മറ്റൊരു പോലീസുകാരനെ പുൽവാമയിൽ നിന്നും ഭീകരർ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഇവരെയെല്ലാം കണ്ടെത്തി മോചിപ്പിക്കുവാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്. ഇതുവരെയില്ലാത്ത മഴയ്ക്ക് ശേഷം വയനാട് ഇപ്പോൾ നേരിടുന്നത് ഭൂഘടനയിലെ കാര്യമായ മാറ്റങ്ങളാണ്. പലയിടത്തും വലിയ വിള്ളലുകളും കുന്നിൻ ചെരുവുകൾ ഇടിഞ്ഞു താഴുകയും ചെയ്തു. മാനന്തവാടി മേഖലയിലാണ് സ്ഥിതി രൂക്ഷം. ഇവിടങ്ങളിൽ 30ഓളം വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. കുറഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അതിശക്തമായ മഴയ്ക്ക് ശേഷം മണ്ണിന്റെ സ്വാഭാവിക നിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. മാനന്തവാടി മേഖലയിൽ പലയിടങ്ങളിലും ഭൂമി വിണ്ടുകീറുന്ന പ്രതിഭാസം ജനങ്ങളെ വീണ്ടും ആശങ്കയിലാക്കി. ദ്വാരക, ഒഴക്കോടി, തിരുനെല്ലി, തൃശ്ശിലേരി തുടങ്ങി വിവിധയിടങ്ങളിൽ ഭൂമിയിൽ വലിയ വിള്ളലുകളുണ്ടായി. പേരിയ ബോയ്സ് ടൗണിൽ 20ഓളം ഏക്കർ സ്ഥലം ഇടിഞ്ഞു താഴ്ന്നു. 21 വീടുകൾ ഭാഗികമായി തകർന്നു. നേരത്തെ ഉരുൾപൊട്ടലുണ്ടായ പൊഴുതന, വൈത്തിരി മേഖലകളിലും മണ്ണിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മേലേക്ക് റോഡുണ്ട്, ഇങ്ങനെ വിറങ്ങനെ പോയത്. ആ റോഡ് മുഴുവൻ പൊട്ടിയും കൊട്ടിയിട്ടുണ്ട്. അളിയുടെ വീടുണ്ട് അവിടെ, അതിന്റെ സൈഡിൽ തന്നെ അളിയുടെ വീട്. ഇത് പൊട്ടിയ ശേഷം പറമ്പ് കാണുന്നു. ഇതിങ്ങനെ പൊട്ടിയതിന് ശേഷമാണ് പറമ്പ് പൊട്ടി കാണുന്നത്. ഇവിടെ കമ്പൂസിന്റെ ആള് അതിൽ ഫുള്ള് പൊട്ടല. അശാസ്ത്രീയ ഭൂവിനിയോഗവും നീർച്ചാലുകളുടെ ഗതി മാറ്റിയതും മറ്റുമാണ് ഇത്തരം പ്രതിഭാസങ്ങൾക്കിടയാക്കുന്നതെന്നാണ് ജില്ലാ മണ്ണു സംരക്ഷണ ഓഫീസർ PU ദാസ് പറയുന്നത്. ഇവിടുത്തെ ഉയർന്ന കുന്നുകളിൽ നടത്തിയിട്ടുള്ള ഒരുപാട് ഇടപെടലുകൾ, വിശേഷിച്ച് റോഡ് നിർമ്മാണം, കെട്ടിട നിർമ്മാണം, ഇതിനൊക്കെ കൂടിയിട്ട് ഉണ്ടായിട്ടുള്ള മണ്ണിടിക്കൽ. ആ മണ്ണിടിക്കൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ചെരുവിൻ്റെ ബാലൻസ് തെറ്റിക്കുന്നതിനിടയാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ എന്ന് പറയുന്നത് വയനാടിൻ്റെ 4-ൽ 3 അതിർത്തി പങ്കിടുന്ന ഉയർന്ന കുന്നും പ്രദേശങ്ങളാണ്. 80 ദിവസത്തോളം തുടർച്ചയായി 3800 മില്ലിമീറ്ററിനടുത്ത് മഴയാണ് വയനാട്ടിൽ പെയ്തത്. കുറഞ്ഞ സമയത്തിലെ അതിതീവ്ര മഴ സൃഷ്ടിച്ച ആഘാതങ്ങൾ ഇത്തരത്തിൽ വയനാട്ടിൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, വയനാട്. ഇടുക്കി ജില്ലയിലെ ദുരന്തബാധിത പ്രദേശങ്ങൾ കേന്ദ്രത്തിൽ നിന്നെത്തിയ 2-അംഗ സംഘം പരിശോധിച്ചു. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അംഗം കമൽ കിഷോർ, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ വി തിരുപ്പഴക് എന്നിവരാണ് വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചത്. അടിമാലി കുമ്പൻപാറയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലവും മൂന്നാറിലെ ഗവൺമെന്റ് കോളേജിന്റെ ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലും സംഘം വിശദമായി പരിശോധിച്ചു. തുടർന്ന് നല്ലതണ്ണിയിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ മണ്ണിടിച്ചിൽ നടന്ന ഇടത്തെത്തി തദ്ദേശവാസികളിൽ നിന്നും വിശദാംശങ്ങൾ തേടി. ഇടുക്കി RDO MP വിനോദിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും കേന്ദ്ര സംഘത്തോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം ജില്ലയിലെ കെടുതിയുടെ വ്യാപ്തി തിട്ടപ്പെടുത്തി. തകർന്ന റോഡുകളും പാലങ്ങളും പുനർനിർമ്മിച്ചെങ്കിൽ മാത്രമേ മലയോര ജില്ലയായ ഇടുക്കിക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുകയുള്ളൂ. ഉരുൾപൊട്ടിയും മണ്ണിടിഞ്ഞുമുണ്ടായ നഷ്ടത്തിനൊപ്പം അണക്കെട്ടുകൾ തുറന്നതിനെ തുടർന്നും വലിയ നാശമാണ് റോഡുകൾക്കും പാലങ്ങൾക്കും ഉണ്ടായത്. ജില്ലയിലെ ദേശീയപാത 148 കിലോമീറ്റർ, PWD റോഡ് 1145.78, ഗ്രാമീണ പഞ്ചായത്ത് റോഡ് 865.93 എന്നിങ്ങനെ 2160 കിലോമീറ്റർ റോഡാണ് പ്രളയത്തിൽ തകർന്നത്. ചെറുതോണിപ്പാലം, മൂന്നാർ പെരിയവരൈ പാലം, വണ്ടിപ്പെരിയാർ ശാന്തിപ്പാലം തുടങ്ങിയവയ്ക്കും നാശമുണ്ടായി. മഴ കനത്ത നാളുകളിൽ ഒറ്റപ്പെട്ടു പോയ മൂന്നാർ, അടിമാലി, കുമളി എന്നിവിടങ്ങളിലേക്ക് ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ ഒരു വാഹനത്തിന് മാത്രം കഷ്ടിച്ച് കടന്നു പോകാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ചെറുതോണിപ്പാലം കാൽനടയാത്രയ്ക്കായി തുറന്നിട്ടുണ്ടെങ്കിലും പൂർവ്വസ്ഥിതിയിലാകാൻ ഏറെ സമയം വേണ്ടിവരും. മൂന്നാർ പെരിയവരയിൽ താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ ശാന്തിപ്പാലം വഴി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ
നാട്ടുകാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. റോഡുകളും പാലങ്ങളും തകർന്നതോടെ ജില്ലയിലെ വ്യാപാര, വ്യവസായ, ടൂറിസം മേഖലകൾ കൂപ്പുകുത്തി. ഒപ്പം പ്രളയം ബാക്കിവെച്ച വിളകൾ വിൽപ്പനയ്ക്കെത്തിക്കാൻ കഴിയാതെ കാർഷിക, തോട്ടം മേഖലകളിലും വലിയ നഷ്ടമാണ് ഉണ്ടായത്. മഹാപ്രളയത്തിൽ നിന്ന് അതിവേഗം കരകയറാനുള്ള ശ്രമത്തിലാണ് മലയോര ജനത. റോഡുകളും പാലങ്ങളും വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞെങ്കിലേ ജില്ലയുടെ കുതിപ്പ് സാധ്യമാവുകയുള്ളൂ. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. ഓണം സ്പെഷ്യൽ സംഗീത ആൽബങ്ങളൊന്നുമില്ലാതെ കടന്നുപോയ ഓണമായിരുന്നു ഇത്തവണത്തേത്. എന്നാൽ മഹാപ്രളയം പ്രമേയമാക്കി പുറത്തിറങ്ങിയ സംഗീത ആൽബം യൂട്യൂബിൽ ശ്രദ്ധേയമാവുകയാണ്. അഭിഭാഷകനും കൊച്ചി സ്വദേശിയുമായ സുബൽ പോളാണ് ഈറനണിഞ്ഞ ഓണം എന്ന പേരിൽ സംഗീത ആൽബം പുറത്തിറക്കിയത്. ദുരന്തമുഖത്ത് പതറാതെ രക്ഷാപ്രവർത്തനം നടത്തിയ കേരള ജനതയ്ക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ആൽബം പുറത്തിറക്കിയിരിക്കുന്നത്. പ്രളയ ദുരന്തത്തിന്റെ ഭീകരതയും രക്ഷാപ്രവർത്തനത്തിന്റെ മഹത്വവും ഒരുപോലെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് ആൽബത്തിന്റെ രചന. വരികളും സംഗീതവും ആലാപനവും എല്ലാം നിർവഹിച്ചത് അഭിഭാഷകനായ സുബൽ പോളാണ്. ഹൃദയഭേദകമായ രംഗങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ഗാനം ഒരുങ്ങുകയായിരുന്നുവെന്ന് അഡ്വക്കേറ്റ് സുബൽ പോൾ പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ സഹോദരന്മാർ അനുഭവിച്ചിട്ടുള്ള യാതനകളും വേദനകളും അതിൽ നേരിട്ട് ദർശിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ചിത്രീകരണമായിരുന്നില്ല. പലരും എന്നോട് വിളിച്ചു പറഞ്ഞു അത് ഭയങ്കര ഒരു റിയാലിറ്റിയാണ്, ഒറിജിനാലിറ്റിയാണ് എന്ന് പറഞ്ഞു. ഓണനാളുകളിൽ പുറത്തിറക്കിയ ആൽബം യൂട്യൂബിൽ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. വട്ടമിട്ടു പറന്നു കളിക്കാൻ ഓണത്തുമ്പികൾ വന്നില്ല, വട്ടമിട്ടു പറന്നു കളിക്കാൻ ഓണത്തുമ്പികൾ വന്നില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലയാളികളെ നാണം കെട്ടവരെന്ന് അധിക്ഷേപിച്ച അർണബ് ഗോസ്വാമിക്കെതിരെ മാനനഷ്ടത്തിന് സന്നദ്ധ സംഘടനയായ പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ നോട്ടീസ് അയച്ചു. നാണംകെട്ട ഇന്ത്യക്കാരെന്ന പ്രസ്താവനയിൽ അർണബ് മാപ്പ് പറയണമെന്നും നഷ്ടപരിഹാര തുകയായ 10 കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നുമാണ് പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. അർണബ് ഗോസ്വാമിക്കും റിപ്പബ്ലിക് ചാനൽ മേധാവിക്കുമെതിരെ ആണ് സംഘടന നോട്ടീസ് നൽകിയത്. കേരളം വലയുമ്പോൾ വിദേശത്തു നിന്നും സഹായം സ്വീകരിക്കണമെന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് നടന്ന ചർച്ചയിലാണ് അർണബ് ഗോസ്വാമി മലയാളികളെ നാണം കെട്ടവരെന്ന് അധിക്ഷേപിച്ചത്. രാജ്യത്തെ തകർക്കാൻ വേണ്ടിയാണ് ഇത്തരം ശ്രമങ്ങളെന്നും അർണബ് കുറ്റപ്പെടുത്തി. ഇതിനെതിരെയാണ് പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ എന്ന സംഘടന ചാനലിനെതിരെ നോട്ടീസ് നൽകിയത്. ചാനൽ മേധാവിക്കും അർണബ് ഗോസ്വാമിക്കുമെതിരെയാണ് മലയാളികളെ അധിക്ഷേപിച്ചതിന് നോട്ടീസ് നൽകിയതെന്ന് പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ പ്രസിഡന്റ് പി ശശി പറഞ്ഞു. അദ്ദേഹം അത്രമാത്രം പ്രാധാന്യത്തോടെയാണോ അദ്ദേഹത്തിന്റെ ചാനലിൽ മലയാളികളെ ആകെ അവമാനിക്കുന്ന വാർത്ത പ്രസിദ്ധീകരിച്ചത്? അതേ പ്രാധാന്യത്തോടു കൂടിയിട്ട് ക്ഷമായാചന നടത്തി വാർത്ത പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവണം. വീടും ജീവിതവും എല്ലാം നഷ്ടപ്പെട്ട ജനത ഒട്ടും മനുഷ്യത്വമില്ലാത്ത രീതിയിൽ ഈ ദുരിതക്കയത്തിൽ നിൽക്കുന്ന 15 ലക്ഷത്തോളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന സമയത്ത് ആ ജനതയെ മുഴുവൻ അപമാനിച്ചു വന്നതുകൊണ്ട് തന്നെ അദ്ദേഹം 10 കോടി രൂപ മലയാളികളെ അവമാനിച്ചതിനുള്ള നഷ്ടപരിഹാരമായിട്ട് ഈ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന് അദ്ദേഹം സന്നദ്ധരല്ലെങ്കിൽ ആവശ്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നാണ് ഇപ്പോൾ ഈ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നും മലയാളികളെ അധിക്ഷേപിച്ച അർണബ് മാപ്പ് പറയണമെന്നും പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ ചാനലിന് അയച്ച നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നോട്ട് നിരോധനത്തെ തുടർന്ന് അസാധുവാക്കിയ 14 ലക്ഷം നോട്ടുകളിൽ 99.3% തിരിച്ചെത്തിയെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയതോടെ പഴയ ഗീർവാണങ്ങളും പച്ചക്കള്ളങ്ങളും കേരളത്തിലെ BJP നേതാക്കളെയും തിരിഞ്ഞുകുത്തുകയാണ്. ട്രോൾ പെരുമഴയിൽ നനഞ്ഞു കുളിക്കുകയാണ് കെ സുരേന്ദ്രനും JR പത്മകുമാറും. രേഷ്മ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അതെ, ഒടുവിൽ RBI സമ്മതിച്ചു 99% അസാധു നോട്ടുകളും തിരിച്ചു വന്നെന്ന്. വെല്ലുവിളിച്ചവരും വിചാരണയ്ക്ക് നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞവരുമൊക്കെ എവിടെയാണ്? ട്രോളെന്ന് വെച്ചാലുണ്ടല്ലോ, അടലം പടലം ട്രോളാണ്. ഇതിനിടയിൽ ന്യായീകരണ പോസ്റ്റുമായിട്ട് വന്ന ആ നേതാവിന്റെ തൊലിക്കട്ടി ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. ആജ് മധ്യരാത്രി यानी 8 नवंबर 2016 की रात्रि को 12 बजे से
वर्तमान में जारी 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे. അസാധുവാക്കിയ നോട്ടുകൾ റിസർവ് ബാങ്കിലേക്ക് തിരിച്ചെത്തുമ്പോൾ 3 ലക്ഷം കോടിയുടെ കുറവുണ്ടാകുമെന്നാണ് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് BJP നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത്. താൻ പറയുന്ന അത്രയും പണം കുറവില്ലെങ്കിൽ കേരളത്തിന്റെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറയുന്ന പണി ചെയ്യുമെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു തോമസ് ഐസക്കിനെ. ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 ലക്ഷം കോടി രൂപയുടെ കുറവ് ലയബിലിറ്റിയിൽ കുറവ് പിന്നെ റിസർവ് ബാങ്കിന് ഇല്ലെങ്കിൽ വീണ്ടും പറയുന്ന പണി എടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് എല്ലാവരുടെ മുമ്പിലാണ് പറയുന്നത്. ഏറ്റവും കള്ളപ്പണം നോട്ടായിട്ടല്ലെങ്കിൽ 3 ലക്ഷം കോടി രൂപയുടെ കുറവ് റിസർവ് ബാങ്കിന് ഉണ്ടാവും ലയബിലിറ്റിയിൽ. അത് ഉറപ്പാണ്. 14 ലക്ഷത്തിൽ ഒരു 11 ലക്ഷത്തിൽ കൂടുതൽ നോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല. എന്നാൽ നിരോധിച്ച നോട്ടുകളിൽ 99.3% തിരിച്ചെത്തിയതോടെയാണ് സുരേന്ദ്രനെ ട്രോളന്മാർ വിടാതെ പിന്തുടരുന്നത്. സോഷ്യൽ മീഡിയയിലുള്ള ട്രോൾ പരിഹാസങ്ങൾക്കിടയിലും കേന്ദ്രത്തെ ന്യായീകരിച്ച കെ സുരേന്ദ്രൻ വീണ്ടും എത്തി. BJP നേതാവ് JR പത്മകുമാറിനും സോഷ്യൽ മീഡിയയിൽ നിന്ന് കണക്കിന് കിട്ടുന്നുണ്ട്. JR പത്മകുമാർ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് 10 ലക്ഷം കോടിയിൽ കൂടുതൽ തിരിച്ചു വരില്ലെന്നായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ സാമ്പത്തിക ശാസ്ത്രങ്ങളെ എല്ലാം തിരസ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച മരമണ്ടൻ നടപടിയിലൂടെ ജനങ്ങൾ അനുഭവിച്ച ദുരിതം എത്ര പറഞ്ഞാലും തീർന്നതല്ല. നന്ദിയുണ്ട് എല്ലാത്തിനും. അവിടെയും പൊങ്കാല, ഇവിടെയും പൊങ്കാല. നന്നായി കൂടെ. ആനമുട്ടയാ എല്ലാ പരീക്ഷയ്ക്കും മേടിച്ചോണ്ട് വരുന്നത്. എന്നാലോ പറഞ്ഞ ഒട്ട് പിടിക്കത്തുമില്ല. മോദിജി നന്ദിയുണ്ട് എല്ലാത്തിനും.